ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനം, അതിന്റെ അന്വേഷണം, അതിൽ മുഖ്യപ്രതി ഷിജാലിനും പരിക്കേറ്റു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒളിവിലിരിക്കെ ഷിജാൽ ഉദുമൽപേട്ടയിൽ പോയി ചികിത്സ തേടി. കൊളവള്ളൂർ സ്വദേശി അക്ഷയും സ്ഫോടന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെയാണ് ഇരുവരും പിടിയിലാകുന്നത്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, എന്താണ് പോലീസ് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കുന്ന വിവരങ്ങൾ? സജോ. റിജിത്ത്, ഈ കേസിൽ അന്വേഷണ സംഘം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ബോംബ് നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള മുഴുവൻ പേരും ഇതിനകം പിടിയിലായിട്ടുണ്ട്. അതായത് ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ കേസിൽ ഇതുവരെ കരുതിയിരുന്നത് 4 പേർക്ക് പരിക്കേറ്റിരുന്നു എന്നതാണ്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഈ കേസിലെ പ്രധാന പ്രതി ഷിജാൽ, ഒപ്പം ഷിജാലിന്റെ സുഹൃത്തും കേസിലെ മറ്റൊരു പ്രതിയുമായ അക്ഷയ്, കൊളവല്ലൂർ സ്വദേശി അക്ഷയ്, ഇവർ രണ്ടുപേരും ഉദുമൽപേട്ടയിൽ നിന്ന് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇരുവരെയും പാനൂരിൽ എത്തിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇരുവരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. അതിനിടെ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു ഷിജാലും അക്ഷയും. അതിൽ ഷിജാലിനും പരിക്കേറ്റു. പക്ഷേ ഷിജാലിന്റേത് നിസ്സാരമായ പരിക്കാണ്. കാലിനാണ് പരിക്കേറ്റത്. ഉദുമൽപേട്ടയിലേക്കാണ് പിന്നീട് ഇവർ യാത്ര ചെയ്തത്. അവിടെ ആശുപത്രിയിൽ ഷിജാൽ ചികിത്സ തേടി. ഈ പരിക്ക് വകവെക്കാതെയാണ് ഈ സ്ഫോടനം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇരുവരും സംസ്ഥാനം വിടുകയും പിന്നീട് യാത്ര ചെയ്തു പോവുകയും ചെയ്തത്. ഇവരെ പിന്തുടർന്നാണ് പിന്നീട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഷിജാലിനെ പറ്റി അന്വേഷണ സംഘം പറയുന്നത്, ഈ ഷിജാൽ ഡിവൈഎഫ്ഐയുടെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇതിനകം മുൻപ് പിടിയിലായ പ്രതികൾ പോലീസിന് നൽകിയ മൊഴി, കുന്നോത്തുപറമ്പിലെ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് 3 ആഴ്ച മുൻപ് വലിയ സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിൽ BJP അനുഭാവികളുടെ ഗ്യാങ്ങും CPM അനുഭാവികളുടെ ഗ്യാങ്ങും തമ്മിലാണ് സംഘർഷമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട ഒരു കേസും പാനൂർ സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് 16 പേരെ ആ കേസിൽ റിമാൻഡ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി CPM അനുഭാവികളുടെ ഗ്യാങ് സംഘം ചേർന്നാണ് ബോംബ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അതിനെല്ലാം ആസൂത്രണവും തയ്യാറാക്കിയത് ഷിജാലാണ്. ബോംബ് നിർമ്മാണത്തിൽ പരിചയമുള്ള വിനീഷിനെയും ഷെറിനെയും ഇക്കാര്യത്തിന് വേണ്ടി നിയോഗിച്ചു. ഇതിന് പിന്നാലെ മറ്റൊരു സ്ഥലത്തും ക്ഷേത്രോത്സവം നടക്കാനിരിക്കുന്നുണ്ട്. ആ ഉത്സവത്തിന്റെ ഘട്ടത്തിൽ പ്രത്യാക്രമണം നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാണ് പോലീസിന് ഇരുവരും നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും ഇത് കൂടാതെ മറ്റു 2 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് അശ്വന്ത്, വിനോദ് എന്നിവരാണ്. അവർ നിസാര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളാണ്. അവരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിലെ പ്രധാന പ്രതികൾ എല്ലാവരും അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലേക്ക് പോകും. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കും എന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, സജോ ദേവസ്യ പാനൂരിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്.